നമസ്കാരം. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചാൽ ഞങ്ങൾ കേരളം പിടിച്ചെടുക്കുമെന്നാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചാൽ ഇവിടെ നരേന്ദ്രമോദി വരും, കേരളം സ്വർഗരാജ്യമാക്കുന്ന രൂപത്തിൽ വികസന അജണ്ടകൾ പ്രഖ്യാപിക്കുമെന്നാണ്. എന്നാൽ നരേന്ദ്രമോദി വന്നു, ഇവിടെ ഒരു വികസന അജണ്ടകളും പ്രഖ്യാപിച്ചില്ല. ഒളിമ്പിക്സിന്റെ ഒരു വേദിയാകുമെന്നാണ് നേരത്തെ തിരുവനന്തപുരം മേയറായ VP രാജേഷ് പറഞ്ഞു. അതിനുമ്പായിട്ട് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഞങ്ങൾ തിരുവനന്തപുരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളം ഞങ്ങൾ പിടിക്കും. ഇവിടെ UDFും BJPയും തമ്മിലാണ് മത്സരം. ഇതോടുകൂടി കേരളത്തിൽ BJPയുടെ സുവർണ കാലമായി മാറും. അടുത്ത ഭരണം 2031 ഞങ്ങൾ നേടിയിരിക്കും, BJP ആയിരിക്കും അധികാരത്തിലെത്തുക എന്നാണ് പറഞ്ഞത്. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നരേന്ദ്രമോദി വരുമ്പോൾ ഇതെല്ലാം പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ കരുതി. എന്നാൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അതായത് ഒളിമ്പിക്സിലെ ഒരു വേദിയാകെ തിരുവനന്തപുരം ആകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴിതാ കേന്ദ്ര ബജറ്റ് വന്നിരിക്കുന്നു. നമ്മുടെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രായ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഏത് ദിവസം എടുത്തേക്കാൽ അദ്ദേഹം എഴുന്നേറ്റെന്നാൽ പറയുന്നത് എയിംസ് വരുന്നു, ആലപ്പുഴയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ എവിടെയായാലും എയിംസ് വരും എന്നാണ്. എന്തോ എയിംസ് വന്നാൽ ഇവിടെ ഭയങ്കരമായ മാറ്റമുണ്ടാകും എന്നുള്ളതായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഈ ആരോഗ്യരംഗത്ത് വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എയിംസ് ഇത്തവണ ബജറ്റിൽ കേരളത്തിലേക്കില്ല. അതായത് സുരേഷ് ഗോപിയുടെ വാക്കിനൊരു പുല്ല് വില പോലും കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല. കാരണം തൃശ്ശൂർ പൊട്ടിപ്പാളീസായതോടുകൂടി തൃശ്ശൂരിൽ ഒരു സീറ്റിൽ പോലും, ഒരു കോർപ്പറേഷൻ പോലും, ഒരു മുനിസിപ്പാലിറ്റി പോലും പിടിക്കാൻ കഴിവില്ലാത്ത സുരേഷ് ഗോപിയുടെ വാക്ക് കേട്ട് ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മണ്ണാങ്കട്ടയും കിട്ടാൻ പോകുന്നില്ല. എയിംസും വേണ്ട, മണ്ണാങ്കട്ടയും വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം അതിവേഗ റെയിൽ വരാൻ പോകുന്നു എന്നാണ് ശ്രീധരൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. മാത്രമല്ല നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. അതേപോലെ വലിയ പദ്ധതികൾ വരും എന്നൊക്കെ പറഞ്ഞ് അടുത്ത ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും, തിരുവനന്തപുരത്ത് ഞങ്ങൾ കേരളത്തിൽ മിനിമം ഞങ്ങളായിരിക്കും പ്രതിപക്ഷം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ പോലും അദ്ദേഹം പറഞ്ഞു. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന് ബഡ്ജറ്റ് വന്നപ്പോ ആനമുട്ടയാണ് കൊടുത്തത്. വലിയൊരു ആനമുട്ട വരച്ചിട്ട് അതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഒരു തരത്തിലും കേരളത്തെ പരിഗണിക്കാത്ത, പൂർണ്ണമായി അവഗണിച്ച, കേരളം എന്നുള്ള സംസ്ഥാനം പോലും ഉണ്ടോ എന്ന് പോലും പരിഗണിക്കാത്ത നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് നിർമ്മല സീതാറാം അവതരിപ്പിച്ചുള്ളത്. ഇതിനെക്കുറിച്ച് VD സതീശൻ പറഞ്ഞതാണ് വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തെ പരിഹസിക്കുകയാണ്. എന്തിനാണ് ഈ BJPക്കാർ ഇത്രയും വലിയ നേതാക്കന്മാരായി നടക്കുന്നത്? ഇവർക്ക് ഇതിനൊക്കെ മനസ്സിലാക്കുന്ന കാര്യം, ഇവിടെ BJPയുടെ ഭരണവും വേണ്ട, ഇവിടെ ഒരു MLAയും വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം. കാരണം ഇവിടുത്തെ BJPക്കാർ തമ്മിൽ തല്ലുകയാണെന്നും പരസ്പരം യാതൊരു ബന്ധവുമില്ലാന്നും നേരത്തെ നമ്മളെ ശ്രീലേഖനെ തിരുവനന്തപുരം മേയറാക്കാൻ വന്നപ്പോൾ അപ്പോൾ തന്നെ ഡൽഹിയിലെ പിണറായി വിജയനെ കൊണ്ട് ബന്ധം പഠിപ്പിച്ച് VV രാജേഷിനെ മേയറാക്കിയുള്ള ചരിത്രമാണ് കേരളത്തിലുള്ളത്. മേയറാക്കിയ ശേഷം തിരുവനന്തപുരം ആകെ അലങ്കോലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. BJPക്കാർ തമ്മിൽ തല്ലി പിരിഞ്ഞ് ഇവിടെ ഒരു സീറ്റും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ എന്തിനാണ് ഇവിടേക്ക് കേരളത്തിന് വേണ്ടി വികസനം കൊടുക്കേണ്ട ആവശ്യം? എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജയിക്കുമെന്നൊരു ഉറപ്പ് വേണ്ടേ? ഒരു ഉറപ്പും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ ഭരണവും വേണ്ട, ഒരു MLAയും വേണ്ട എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ തീരുമാനമെന്ന് ബജറ്റിലൂടെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും VD സതീശൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാര് പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ്. മാത്രമല്ല, പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് 1.92% മാത്രമാണ്. ഞങ്ങൾ 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ മുൻപാകെ കേരളത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നു പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ്. ഇങ്ങനെയാണ് ഇവർ കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതൊരു
ജസ്റ്ററാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഇവര് എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ്. അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും. അതാണ് ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം. അപ്പൊ കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. ആമ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത്? എന്നിട്ട് ഇവര് എത്ര കേന്ദ്രമന്ത്രിമാര് എന്തെല്ലാമാണ് കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എന്തെല്ലാമാണ് പറയുന്നത്? അതാണ് അത്ഭുതകരമായ കാര്യം. അവര് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഈ ബജറ്റ് ഒന്നുകൂടി തെളിയിക്കുന്നത്. സംസ്ഥാന ബജറ്റിലും കേന്ദ്ര ബജറ്റിലും റബ്ബർ കർഷകരെ, കോട്ടയത്തേക്ക് കർഷകരുടെ ഒരു പ്രധാന പ്രശ്നമാണ് റബ്ബർ കൃഷി. അതിന് 2 ബജറ്റുകളിലും വലിയ അവഗണനയാണ് ഉണ്ടായത്. അത് ഈ കർഷകരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് അവർ മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ടല്ലോ, 250 രൂപ ആക്കാന്ന് പോരെ? ആ കടലാസ് ചുരുട്ടിയാൽ മതിയല്ലോ. റബ്ബർ കർഷകർ മാനിഫെസ്റ്റോയിലെ കടലാസ് ചുരുട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ. അവര് 2021 പറഞ്ഞില്ലേ 250 രൂപ ആക്കാം എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവരെന്താണ് ചെയ്തത്? 10 കൊല്ലം മുമ്പ് 150 രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. 10 കൊല്ലം മുമ്പ് 150 രൂപ. എന്നിട്ട് 10 കൊല്ലം കൊണ്ട് ആകെ വർദ്ധിപ്പിച്ചത് 50 രൂപയാണ്. 50 രൂപ ഒരു തരത്തിലും ആശ്വാസം നൽകാത്ത രീതിയിലാണ്. ആ 10 വർഷം കൊണ്ട് ഈ മേഖല മുഴുവൻ തകർന്നിരിക്കുകയാണ്. അത് കേന്ദ്രത്തിന്റെ സഹായമില്ല, സംസ്ഥാനത്തിന്റെ സഹായമില്ല. കാർഷിക മേഖല മുഴുവൻ തളർച്ചയിലാണ്. അവിടെയും ഒരു തരത്തിലുള്ള സഹായവും 2 കൂട്ടരും ചെയ്യില്ല എന്നാണ്. ഏത് സെക്ടറാണ് മോശമായി നിൽക്കുന്നത് ആ സെക്ടറിനെ സഹായിക്കാനാണ് ഒരു ബജറ്റ് നടത്തേണ്ട. ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്, അല്ലേ? ആ മേഖല തളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൈപിടിച്ച് താങ്ങി നിർത്തും എന്നുള്ളൊരു സംരക്ഷണമാണ് ഏത് ഗവൺമെന്റും കൊടുക്കേണ്ടത്. അത് ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് പ്രധാനപ്പെട്ടതാണ്. കാരണം അവരിപ്പോഴും അധികാരത്തിൽ ഇരിക്കുകയാണ്, അവര് തന്നെ നടപ്പാക്കേണ്ടതാണ്. മറ്റത് പിന്നെ പോണ പോക്കിൽ കുറെ പറഞ്ഞിട്ട് പോയ പോക്കാണ്. നടത്തിയാലും നടത്തിയില്ലെങ്കിലും കൊള്ളാം, എല്ലാ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് എല്ലാ സാമ്പത്തിക ചെലവും. പ്രഖ്യാപനം മാത്രം നടത്തിയാൽ മതിയല്ലോ. ഇനിയിപ്പോ ഒരു മാസമല്ലേ ഉള്ളൂ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി. ധാതു ഇടനാഴി പ്രഖ്യാപനം നടത്തും. പക്ഷേ കേരളത്തിലെ വ്യവസായ മന്ത്രി അടക്കം അതിലൊരു കേരളത്തിന്റെ ചൂഷണത്തിനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് സംസാരിക്കുന്നത്. അതിനകത്ത് ഒരു അപകടം കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിലെ ഒരു ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അത് സംസ്ഥാനവുമായി കൂടിയാലോചിച്ച് മാത്രമേ അതിന്റെ പോളിസി ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. കേരളത്തിലെ ധാതു സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത്. സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇവര് കടലിൽ ആഴം കൂട്ടാൻ പോയ ആളല്ല. അത് എവിടെയാണ്? കൊല്ലം പരപ്പിലാണ് കടലിൽ ആഴം കൂട്ടാൻ പോയത്. കൊല്ലം പരപ്പെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ധാതു സമ്പത്ത്. അവിടെ നിന്ന് മണ്ണ് കോരാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ ധാതു സമ്പത്ത് ലക്ഷ്യമാക്കിയിട്ടാ. അപ്പൊ ആ ധാതു സമ്പത്തിന്റെ ഒരു കലവറ എന്ന് പറയുന്നത് പലരുടെയും കണ്ണിലെ വലിയ നിധിയാണ്. അത് കേരളത്തിന്റെ കൂടി ഒരു അസറ്റാണ്. അപ്പോൾ സംസ്ഥാനമായിട്ട് ആലോചിക്കാതെ ഒരു തരം അതിന്റെ ഇതിലേക്ക് പോകരുതെന്നാണ് നമ്മുടെ അഭിപ്രായം, ശക്തമായ അഭിപ്രായം. ഇന്നലെ ഇൻഫാമിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഇൻഫാം അടക്കമുള്ള സഭകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, 1 കർഷകരുടെ പ്രശ്നം, 2 വന്യജീവി പ്രശ്നം, അതുപോലെ തന്നെ ഈ പുരയിടത്തിന്റെ വിഷയം, ഇതിലെല്ലാം പരിഹാരം കാണാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളൊരു അവകാശവാദം ഇന്നലെ ഇൻഫാമിന്റെ പരിപാടിയിൽ അദ്ദേഹം പറയുന്നു. അല്ല, അദ്ദേഹത്തിന് അത് സമ്മതിക്കണം. അവരുടെ മുമ്പിൽ പോയി നിന്നിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഏത് കർഷകരുടെ പ്രശ്നത്തിലാണ് ഈ ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കിയത്? നെല്ല് സംഭരിക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട്. ഈ പാവപ്പെട്ട കർഷകൻ വയലിൽ കൃഷി ചെയ്ത് അത് ഉണ്ടാക്കുന്നത് കൂടിക്കിടക്കുകയാണ്, നനഞ്ഞുപോയി ഇല്ലേ? കോട്ടയത്തടക്കം ഞങ്ങൾ എല്ലാവരും വന്നതാണ്. എത്ര സ്ഥലത്താണ്, കുട്ടനാട് ഉൾപ്പെടെ ആ നെല്ല് സംഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. റബ്ബറിന്റെ ഈ സപ്പോർട്ട് പ്രൈസ് അത് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ചെറുവിരൽ അനക്കിയില്ല ഈ ഗവൺമെന്റ്. പല സർക്കാരുകളും പല സംസ്ഥാന ഗവൺമെന്റുകളും വിദേശത്തുള്ള പല രാജ്യങ്ങളും പരമ്പരാഗതമായ രീതിയിലും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. കാടിനകത്ത് ബലവൃക്ഷങ്ങൾ നട്ടുവളർത്തിയും ജലാശയങ്ങൾ ഉണ്ടാക്കിയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒന്നും ചെയ്തില്ല. ആന ചവിട്ടിക്കൊന്ന കഷ്ടമായി പോയി എന്നുള്ളൊരു പ്രസ്താവന മാത്രം വനമന്ത്രിയുടെ അടുത്തുനിന്ന് വരും. കടുവ കടിച്ചു വന്ന അത് അതിലും കഷ്ടമായി പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം വരുന്നു. ഇതുവരെ ചെറുവിരൽ പോലും അനക്കാതെ നിസ്സംഗരായിരിക്കുന്ന ഒരു വനം വകുപ്പിനെ മടിയിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇൻഫാമിന്റെ സമ്മേളനത്തിൽ വന്നിത് പറയാനുള്ള അസാമാന്യമായ തൊലിക്കെട്ടിയാണ്.
അവരെ അതെല്ലാം അനുഭവിക്കുന്ന പാവങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, ഈ മലയോരത്ത് പണ്ട് കപ്പയായിരുന്നല്ലോ പ്രധാനം, കിഴങ്ങ് കൃഷിയും. കപ്പ പറ്റില്ല, ചേന പറ്റില്ല, ചേമ്പ് പറ്റില്ല, എല്ലാം പന്നി എടുത്തുകൊണ്ടു. വാഴത്തോട്ടം ആന നശിപ്പിച്ചു കളയും. പ്ലാവ് വെട്ടിമാറ്റിയാണ്, ചക്കയുള്ളതുകൊണ്ട് ആന വരുന്നതുകൊണ്ട്. മഞ്ഞങ്ങ പരുവത്തിൽ നാളികേരം കയറി കുരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ്. മലയെണ്ണാൻ ഇത് ചെയ്യുവാണ്. ഒരു തരത്തിലും കർഷകരെ ജീവൻ അപകടത്തിലാവുക. കൃഷിസ്ഥലങ്ങൾ മുഴുവൻ തകരുകയാണ്. ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് വെറുതെ വന്ന് മീറ്റിംഗിൽ ഇങ്ങനെ പറയാൻ, മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ തിരിച്ച്. അല്ല, അവരും ഇത് ചെയ്യുന്നുണ്ട്. അതായത് സർക്കാർ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നാണ് ഇൻഫാം. അല്ലല്ല, നോ കാർഷിക മേഖലയ്ക്ക് സഹായം ചെയ്തു. അല്ലല്ല, ഒന്നും പറയില്ല. ഞാൻ അതിന്റെ ഇൻഫാമിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. അവിടെ അവരതല്ല പറഞ്ഞത്. അവരവിടെ വളരെ വ്യക്തമായി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. പ്രതിപക്ഷവുമായിട്ടും അവർ ചർച്ച നടത്തി. ഞങ്ങളുടെ മുമ്പിലേക്കും അവർ ഒരുപാട് ഡിമാൻഡുകൾ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിമാൻഡുകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് മാത്രമേ ഉള്ളൂ. സർക്കാരിനെ ഈ വിഷയങ്ങളൊക്കെ വിമർശിച്ച ഒരാളാണ് താമരശ്ശേരി രൂപത ബിഷപ്പ്. അദ്ദേഹത്തെ ഇന്നലെ മുഖ്യമന്ത്രി പുകഴ്ത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഈ സഭകളുടെ ഒരു പിന്തുണ പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളല്ലേ, തെരഞ്ഞെടുപ്പല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കമന്റ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവരെല്ലാം ഇത് അനുഭവിക്കുന്ന ജനവിഭാഗം മുഴുവൻ അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ദുരിതവും അവരുടെ പ്രശ്നങ്ങളും അവർക്കറിയാം. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. ഓരോ വിഭാഗം ജനങ്ങൾ അവരത് കൃത്യമായ തീരുമാനം ആ കാര്യത്തിൽ എടുത്തോളും. ഞങ്ങൾക്ക് അതിന്റെ അത് ഒരു കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം ബിഷപ്പിനെ കുറിച്ച് നന്നായി പറഞ്ഞത് നന്നായി. പണ്ട് നികൃഷ്ട ജീവി എന്ന് താമരശ്ശേരി ബിഷപ്പിനെ, ഈ ബിഷപ്പിനെ അല്ല, ഇതിനു മുമ്പുള്ള താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായിയുടെ നാവുകൊണ്ട് നല്ല വാക്കുകൾ റെമീജിയസ് പിതാവിനെ പറ്റി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ. ആരും ആരെക്കുറിച്ചും നല്ലത് പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേക്കാം. അതിന് ഞാൻ അതിന്റെ അകത്തൊരു തെറ്റൊന്നും കണ്ടെത്തുന്നില്ല. നല്ല കാര്യം ഇങ്ങനെ മാറ്റി പറഞ്ഞല്ലോ. പണ്ട് നികൃഷ്ട ജീവി എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇങ്ങനൊരു നല്ല വർത്തമാനം പറഞ്ഞല്ലോ. നല്ല കാര്യം. എല്ലാവരും നല്ലത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, UDF ആഗ്രഹിക്കുന്നത്. ആരും തമ്മിൽ വഴക്കിടരുത്, ആരും തമ്മിൽ പോരുണ്ടാകരുത്, ജാതി മത വിഭാഗങ്ങൾ തമ്മിൽ തമ്മിത്തല്ലരുത്, എല്ലാവരും യോജിച്ചു പോകണം. അല്ലെ, ആര് യോജിച്ചാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും, ആര് പിണങ്ങിയാലും ഞങ്ങൾക്ക് അതിൽ വിഷമവും. അതാണ് ലൈൻ. കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കുവോ? വരട്ടെ. വിജയ സാധ്യത വല്ലതുണ്ടോ എന്നുള്ളതാണ്.